അപ്പോൾ ഈ വെക്കേഷനിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ 30 രൂപയുടെ വാട്ടർ കളർ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള, അതായത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒരു ഡോൾഫിനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡോൾഫിൻ്റെ റെഫറൻസ് പിക്ചർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡോൾഫിനെ വരച്ചെടുക്കാം. വരയ്ക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഗ്രിഡ് മെത്തേഡ് വെച്ച് വരച്ചാൽ മതി. ഗ്രിഡ് മെത്തേഡിൽ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ എടുത്ത ആ സ്കൈ ബ്ലൂ ഇല്ലേ, ആ ബ്ലൂ എടുത്തിട്ട് ഇതുപോലെ ഡോൾഫിൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം. ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണമെന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ഫുള്ളായി ഫില്ല് ചെയ്യില്ലേ, കുറച്ച് വൈറ്റ് പോർഷൻസ് ഇതുപോലെ ഒഴിവാക്കിയിട്ട് വേണം ഈ ഒരു ബ്ലൂ എടുത്തിട്ട് ഫില്ല് ചെയ്യാൻ. ഓക്കെ, അതിനുശേഷം ഓറഞ്ച് ലൈറ്റായിട്ട് എടുത്താൽ മതി. അതായത് ഒരുപാട് ഓറഞ്ച് എടുക്കണ്ട, കുറച്ചൊന്ന് മുട്ടിച്ച് ബ്രഷിൽ കുറച്ച് വാട്ടറാക്കി കുറച്ചൊന്ന് മുട്ടിച്ചിട്ട് നമ്മൾ ഡോൾഫിൻ്റെ ഈ ഒരു അടിഭാഗത്ത് ഇതുപോലെ കൊടുക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കൂടുതലായി പോയാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേഗം ബ്രഷ് വാഷ് ചെയ്യുക, എന്നിട്ട് വെള്ളം മാത്രം എടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്താവും, ഡാർക്കായിട്ട് വന്നത് ലൈറ്റാക്കി എടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ ഓറഞ്ച് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് വേറെ ബ്ലൂ വേറെ പോലെയാണ് കിടക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബ്രഷ് എടുക്കുക, വെള്ളത്തിലിട്ടൊന്ന് കഴുകുക, എന്നിട്ട് വെറും ബ്രഷ് മാത്രം എടുത്തിട്ട് ആ ബ്ലൂവിൻ്റെയും ഓറഞ്ചിൻ്റെയും ആ മീറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് ഒന്നിങ്ങനെ ബ്രഷ് വെച്ച് വരച്ച് കൊടുത്താൽ നമുക്കത് സെപ്പറേറ്റ് ലൈനായിട്ട് തോന്നില്ല, ബ്ലെൻഡായിട്ട് തോന്നും. ഓക്കെ, പിന്നെ ഇത്തവണ ഭയങ്കര സിമ്പിളാണ്. ചേച്ചി ഇത്രയും സിമ്പിൾ വേണ്ടായിരുന്നു എന്നൊന്നും പറയില്ല കേട്ടോ. നമുക്ക് സിമ്പിളും വേണം, ടഫും വേണം. അതായത് പെയിൻറ്റിങ് മാത്രമല്ല, നമുക്ക് പെൻസിൽ ഡ്രോയിങ്ങും പാസ്റ്റൽ ഡ്രോയിങ്ങും എല്ലാം ചെയ്യണമെന്നാണ് ആഗ്രഹം. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കട്ടെ, എന്നിട്ട് മതി ബാക്കിയല്ലേ. ആദ്യത്തത് തന്നെ ഫെയിലാണെങ്കിൽ പിന്നെ നമുക്ക് പിന്നെയും ചെയ്യാനുള്ളൊരു ഒരു ഇൻട്രസ്റ്റ് പോവുമല്ലോ. ഇനി ഓക്കെ, ഇനി ഞാൻ നമ്മുടെ വാട്ടർ കളറിൻ്റെ രണ്ടാമത്തെ റോല് മിഡിലുള്ള വാട്ടർ കളർ എടുക്കുകയാണ്. അതായത് നല്ല ഡാർക്ക് ബ്ലൂ. അത് വെച്ചിട്ട് ഇവിടെ ബ്ലെൻഡിങ് ഒന്നുമില്ല, അത് ഡയറക്റ്റായി എടുത്തിട്ട് ഫില്ല് ചെയ്യുകയാണ് നമ്മൾ ആ ചിറക്. ഫില്ല് ചെയ്യുമ്പോൾ ഫുള്ളായി ഫില്ല് ചെയ്യല്ലേ. ഇതെന്താണ് ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇപ്രാവശ്യം വൈറ്റ് കളർ യൂസ് ചെയ്യുന്നില്ല. ആരോ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പെയിൻറ്റിങ് 30 രൂപയുടെ വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യാമോ, വൈറ്റ് കളർ യൂസ് ചെയ്യാൻ പാടില്ല, അതായത് വൈറ്റ് ജെൽ പെന്നോ അല്ലെങ്കിൽ വൈറ്റ് പെയിൻറ്റോ യൂസ് ചെയ്യാതെ വരക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മൾ വൈറ്റ് വേണ്ട പോർഷൻസൊക്കെ പെയിൻറ്റ് ചെയ്യാണ്ട് ഒഴിച്ച് വിട്ടിട്ടുള്ള പെയിൻറ്റിങ്ങാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തവണ നമുക്ക് കുറച്ച് പോർഷൻസൊക്കെ ഇങ്ങനെ ഒഴിവാക്കി വിടണം. ഇപ്പോൾ കണ്ടില്ലേ, 2 ചിറകിലും ഞാൻ ഡാർക്ക് ബ്ലൂ ഫില്ല് ചെയ്തു, പക്ഷെ കുറച്ച് പോർഷൻ, അതായത് ലൈറ്റ് അടിച്ചൊന്ന് ഷൈൻ ചെയ്യുന്ന പോർഷൻസ് പെയിൻറ്റ് ചെയ്യാണ്ട് ഒഴിവാക്കി വിടുകയാണ്. അല്ല, നമ്മൾ മുമ്പൊക്കെ ചെയ്യലെന്ന് വെച്ചാൽ വൈറ്റ് ജെൽ പെൻ ഇട്ടിട്ട് ലൈൻ ചെയ്യും, അല്ലെങ്കിൽ വൈറ്റ് കളർ കുറച്ച് കൂടുതൽ എടുത്തിട്ട് ലൈൻ ചെയ്ത് കൊടുക്കല്ലേ. അപ്പോൾ ഇത്തവണ അങ്ങനെയല്ല, ഒഴിവാക്കി വിടുകയാണേ. അതിന് തന്നെ പറയാം, ഇതൊക്കെ എൻ്റെ ഓരോ മെത്തേഡാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് വാട്ടർ കളറൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ പറയും, ചേച്ചി എന്തൊക്കെയാണ് പഠിപ്പിച്ച് കൊടുക്കുന്നതെന്നൊന്നും പറഞ്ഞേക്കല്ല കേട്ടോ. ഞാൻ വരക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ നോക്കിയിട്ട് വരയ്ക്കണം കേട്ടോ. വരച്ചാൽ മാത്രം പോരാ, എന്തായാലും നിങ്ങൾ എനിക്ക് അയച്ചു തരുമെന്ന് എനിക്കറിയാം. അപ്പോൾ അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നമുക്ക് നോക്കാം. എന്തായാലും വെക്കേഷനുള്ളിൽ കുറേ ട്യൂട്ടോറിയൽസ് എനിക്ക് ഇടണം എന്നാണ് ആഗ്രഹം. നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാർക്ക് ബ്ലൂ എടുക്കുന്നു. നമ്മളിപ്പോൾ 1, 2, 3 ചിറക് കൊടുക്കുന്നു. നെക്സ്റ്റ് ഉള്ളതില്ലേ അത്ര ഡാർക്ക് ഞാൻ കൊടുക്കുന്നില്ല, ലൈറ്റായിട്ടാണ് ബ്ലൂ കൊടുക്കുന്നത്. കൂടുതലായാലും കുഴപ്പമില്ല. നമ്മുടെ മെത്തേഡ് എന്താണ്, വെള്ളം എടുക്കുന്നു, ബ്രഷ് വാഷ് ചെയ്യുന്നു, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഡാർക്ക് ബ്ലൂ ആ ഡാർക്കിൻ്റെ കുറച്ച് ലൈറ്റായി മാറും കേട്ടോ. പിന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. കാരണം ഞാനിത് വോയിസ് ഓവർ ചെയ്യുകയാണ്. നമ്മൾ ലൈവായിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള വോയിസ് അല്ല, അതിനുശേഷം വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റൊക്കെ ചെയ്യുന്ന ടൈമിൽ റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു സിങ്ക് ഉണ്ടാവില്ല മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കല്ലേ. പിന്നെ ലോങ് വീഡിയോ ആണ്,
ഞാൻ എന്തിനും ലോങ് വീഡിയോ, അതായത് നോർമലി ഞാൻ 3 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഉള്ളൂ. ഇത്തവണ 17 മിനിറ്റുള്ള വീഡിയോ ആണ്. അതായത് ഞാൻ ഈ പെയിൻറ്റിങ് 17 മിനിറ്റ് കൊണ്ടാണ് വരച്ചതെങ്കിൽ അത്രയും തന്നെ ഞാനിതിലിട്ടിട്ടുണ്ട്. കാരണം എന്താണ്, കട്ടൊന്നും വേണ്ടെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഓരോ പോർഷനിൽ പെയിൻറ്റ് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് കട്ട് ചെയ്തൊന്നും ഇടണ്ട. ഫുള്ളായിട്ട് ലൈവായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന പോലെ ഇടാമെന്ന് എഴുതിയിട്ടാട്ടോ ഇട്ടത്. നിങ്ങൾ പറയുന്ന പോലെ ഞാനിടാം. അതുപോലെ തന്നെ അടുത്ത ട്യൂട്ടോറിയൽ എന്ത് വേണമെന്ന് കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ മെയിലിലോ എന്നോട് കോൺടാക്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടഫായിട്ടുള്ളത് പറ്റില്ല കേട്ടോ. അടുത്തതായിട്ട് ഏത് പെയിൻറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ഏത് ചിത്രത്തിൻ്റെ ട്യൂട്ടോറിയലാണ് വേണ്ടതെന്നുള്ള ചിത്രം എനിക്ക് അയച്ചു തരികയാണെങ്കിൽ എനിക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇപ്പോൾ എടുത്ത അതേ സെയിം ബ്ലൂ എടുക്കുകയാണേ. എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു ലെയർ കൊടുത്തല്ലോ ബ്ലൂവിൽ, അപ്പോൾ അതിൻ്റെ ഓരോ പോർഷൻസ് കുറച്ചും കൂടെ ഡാർക്കാക്കി കൊടുക്കുവാണേ. ഓർമ്മ വേണം, നമ്മൾ വൈറ്റ് പോർഷൻസ് ഒഴിവാക്കി വിട്ടതിലേക്കൊന്നും ഈ ഒരു ബ്ലൂവിനെ കൊണ്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ആ ഒരു ഷൈനി എഫക്റ്റൊക്കെ ലോസായി പോവും. സോ നമ്മളിപ്പം ആ ഡാർക്ക് ബ്ലൂ എടുക്കുവാണ്. എന്നിട്ട് നേരത്തെ ലൈറ്റ് ബ്ലൂ കൊടുത്തതിൽ ഡാർക്ക് വേണ്ട പോർഷൻസൊക്കെ ചെറുതായിട്ട് ഡാർക്ക് ചെയ്തുകൊണ്ടുവരാണേ. ആദ്യം തന്നെ ഈ ഒരു ബ്ലൂ കുറച്ച് ഡാർക്കായിട്ടുള്ള ബ്ലൂ ആണ്. അതുകൊണ്ട് എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ബ്ലൂ പെയിൻറ്റിൽ കുറച്ച് വെള്ളം കൂടുതലാക്കിയിട്ട് വേണം എടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കളർ കിട്ടും. മറിച്ച് നിങ്ങൾ കുറച്ച് വെള്ളം മാത്രം എടുത്ത് ആ ബ്ലൂ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഡാർക്കായിരിക്കും കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതുപോലെ എടുക്കുവാണേ ബ്ലൂ. അതിനിടയ്ക്ക് ബ്രഷ് വാഷ് ചെയ്തിട്ട് എനിക്കിപ്പം കട്ടിയായിട്ട് ബ്ലൂ വേണം. അതുകൊണ്ട് ഞാൻ ബ്രഷിൻ്റെ വെള്ളം ഒപ്പിക്കളഞ്ഞിട്ട് കുറച്ച് ഡാർക്കായിട്ട് എടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ കണ്ണിൻ്റെ പോർഷൻ വരയ്ക്കാനാണ്. അവിടെ ഇച്ചിരി ഡാർക്കായിട്ട് വേണം നിങ്ങൾ വരയ്ക്കാൻ. ഓക്കെ, ഡാർക്കായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യണം, ബ്രഷിലെ വെള്ളം നമ്മളിങ്ങനെ ഒപ്പി എടുത്തിട്ട് കളർ മാത്രമായിട്ട് എടുക്കണം. ഇനി നമുക്ക് ലൈറ്റായിട്ടാണ് വേണ്ടതെങ്കിൽ ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് കുറച്ച് കളർ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് കിട്ടും. ഓക്കെ, ഞാനതിൻ്റെ വായ വരച്ചു കൊടുക്കുവാണേ. നമ്മൾ ഇതിൽ കട്ട് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ടില്ലെങ്കിലും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ കുറച്ച് ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് ഡോൾഫിൻ്റെ ആ ഒരു ഷേപ്പ് മുകളിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുവാണ്. ഇപ്പം ഡോൾഫിൻ്റെ ഒരു മുഖമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ലേ? ഓക്കെ, കിട്ടിയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി കുറച്ച് പോർഷൻസിലൊക്കെ ഡാർക്ക് ബ്ലൂ വേണം, ലൈറ്റ് ബ്ലൂ വേണം. അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ തുടങ്ങാം. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പം ആദ്യം നിങ്ങൾ കുറേ വെള്ളം എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ആ ബ്ലൂ എടുക്കാൻ. ഓക്കെ, എന്നിട്ട് ആ വെള്ളം ഇതുപോലെ എല്ലാ പ്ലേസിലേക്കും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുക. ഓക്കെ, അതായത് ആദ്യം നന്നായിട്ട് വെള്ളം എടുത്തിട്ട് ഒന്നെങ്കിൽ ആ ഒരു നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്ത ആ ഒരു പോർഷനില്ലേ അവിടെ വെള്ളം മാത്രം കൊടുക്കുക. അതിനുശേഷം പെയിൻ്റ് എടുത്ത് ആ വെള്ളത്തിൽ തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു നല്ലൊരു എഫക്റ്റ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ പെയിൻ്റ് എടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂട്ടി പെയിൻ്റ് എടുത്തിട്ട് ഇതുപോലെ എല്ലായിടത്തേക്കും ഇങ്ങനെ ബ്രഷ് വെച്ച് വലിച്ച് കൊടുത്താൽ മതി, ആ വൈറ്റ് പോർഷൻസ് ഒഴികെയുള്ള പോർഷൻസിലൊക്കെ. ഓക്കെ, ഞാൻ വരയ്ക്കണത് നോക്കി നിങ്ങൾ വരയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾ റെഫറൻസിൽ നോക്കി എവിടേക്കാണ് നിങ്ങൾക്ക് ഡാർക്ക് ബ്ലൂ കാണുന്നത് അവിടെയൊക്കെ ഡാർക്ക് ബ്ലൂ കൊടുക്കണം കേട്ടോ. അതുപോലെ വീഡിയോൻ്റെ താഴെയില്ലേ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. അത് എങ്ങനെയാണ് വർക്കാവുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം നിങ്ങളിത് കണ്ടിട്ട് വരച്ചിട്ട് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ ആ സാധനം കൊടുക്കണം കേട്ടോ. ഹൈപ്പ് എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും അത് എന്തോ ആണ്, നമുക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങളത് കൊടുക്കണേ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ, ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കിത് യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റി നന്നായിട്ട്, അങ്ങനെയാണെങ്കിൽ
ഇത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് ഞാൻ ഭയങ്കര ബിഗിനേഴ്സിനായിട്ട് വേണ്ടിയിട്ട് ചെയ്തതാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർക്കും വരയ്ക്കാൻ നമുക്ക് ഓരോ ചിത്രം വരച്ച് വെക്കാം കേട്ടോ. നമുക്ക് ടഫായിട്ടുള്ളത് വരയ്ക്കാം, മീഡിയം ടഫായിട്ടുള്ളത് വരയ്ക്കാം, പിന്നെ സിമ്പിളായിട്ടുള്ളത്, അങ്ങനെ എല്ലാം വരയ്ക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു സിമ്പിളായിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ചിത്രം. ലോങ് വീഡിയോ ആയതുകൊണ്ട് എന്താ പറയണ്ടതെന്ന് എനിക്കൊരു പിടുത്തമില്ല. നമ്മളിപ്പോൾ ഇതിൽ ബ്ലൂ, നമ്മൾ ആ മിഡിലുള്ള ബ്ലൂ മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. ഔട്ട്ലൈൻ പോലെ കൊടുക്കുക, എന്നിട്ടത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ എനിക്ക് വേറെ ഒന്നും ഇതിലിപ്പോൾ പറയാൻ പ്രത്യേകിച്ച് ന്യൂ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഓക്കെ. ഇവിടെ ഞാൻ കുറച്ച് ഓറഞ്ച് കൊടുക്കുന്നുണ്ട്, നമ്മുടെ അടിഭാഗത്തുള്ള ഓറഞ്ച്. അതായത് കൂടുതലായി പോയാൽ കുഴപ്പമില്ല, വെള്ളം എടുക്കുക, ബ്ലെൻഡ് ചെയ്യുക. പിന്നെ വാലിന് ഇച്ചിരിയും കൂടെ കട്ടി കൊടുക്കുകയാണ്. സെയിം ബ്ലൂ തന്നെ നമ്മൾ വെള്ളം കൂട്ടാതെ കുറച്ചെടുക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കളറ് ഡാർക്ക്നെസ് വേണമെങ്കിൽ വെള്ളം ഇല്ലാണ്ട് എടുക്കണമല്ലോ. അപ്പം നന്നായിട്ട് ഡാർക്കായിട്ട് വാലിന് കൊടുക്കുവാണേ. ആ വാലിന് മാത്രമല്ല, നമ്മളെല്ലാ വാലും അതുപോലെ ഇച്ചിരി ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട്. ഡാർക്കാക്കി കൊടുക്കുമ്പോൾ ഓർക്കണം, നമ്മൾക്ക് കുറച്ച് വൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് വേണം കൊടുക്കുക. ഇനി അങ്ങനെ ഒഴിവാക്കുന്നത് എന്താണ്, ഫില്ലായി പോയെങ്കിൽ വെറും വെള്ളം മാത്രം ബ്രഷിലെടുത്തിട്ട് ക്ലിയർ ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക. എന്നിട്ടും പറ്റുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്തോ കേട്ടോ. യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലവർ വൈറ്റ് ജെൽ പെന്നോ അല്ലെങ്കിൽ വൈറ്റോ വെച്ച് ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇത്തവണ വൈറ്റിന് വേണ്ടിയിട്ട് പെയിൻറ്റ് ചെയ്യാതെ ഗ്യാപ്പ് കൊടുക്കുവാണ്. വീണ്ടും കുറച്ച് ബ്ലൂ എടുക്കുവാണ്, ഇച്ചിരി കൂടെ ഡാർക്കാക്കാൻ വേണ്ടിയിട്ടാണ്.
നമുക്ക് വേണ്ടത്ര ഒരു ഡാർക്ക് ഉണ്ടല്ലോ, ആ ഒരു ഡാർക്ക്നെസ്സിലേക്ക് പോണ വരെ ഇതാ ഈ സ്റ്റെപ്പ് തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കുക. കണ്ണിൻ്റെ പോർഷനും അതിൻ്റെ വായയുടെ പോർഷനൊക്കെ കുറച്ച് ഡാർക്ക് വെച്ചിട്ട് ഔട്ട്ലൈൻ വരക്കണ പോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ ഭംഗി വരും കേട്ടോ. നമ്മളിവിടെ ബ്ലാക്കൊന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ആ ഡാർക്ക് ബ്ലൂ മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി കുറച്ച് ഗ്ലാമറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാട്ടർ ഡ്രോപ്ലെറ്റ് പോലെ എന്താണ് ബ്ലൂ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചെയ്താൽ മതി, ഞാൻ ചുമ്മാ ഒരു രസത്തിന് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് ഒരു പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ ഇനി എന്തെങ്കിലും എന്താണ് മാറ്റം വരുത്തണമെങ്കിൽ എല്ലാം നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, പിന്നെ നമ്മുടെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തത് എന്താ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് അയച്ചു തരിക. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ബൈ.